നിലവിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നോ ഒക്കെ ആയിട്ട് കേട്ട് തുടങ്ങിയ ഒരു ടേം ആയിരിക്കും NMMS എന്ന് പറയുന്നത്. സോ എന്താണ് NMMS എന്നുള്ളത് വളരെ ചുരുക്കിയിട്ടൊന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. സോ NMMS അഥവാ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മിടുക്കരായ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ ഗവൺമെൻറ് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. സോ ആർക്കാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുക, എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ആദ്യമായിട്ട് ഈ ഒരു NMMS എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ലഭിക്കുക ഒരു എക്സാമിലൂടെയാണ്. ആർക്കൊക്കെയാണ് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി പറ്റുക? അതിന് 3 കണ്ടീഷൻസ് ആണുള്ളത്. 8 സ്റ്റുഡൻസ് ഓഫ് ഗവൺമെൻറ് ഓർ എയ്ഡഡ് സ്കൂൾസ്. ഈ ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ ഗവൺമെൻറ് ഓർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കണം. വിച്ച് മീൻസ് അൺഎയ്ഡഡ് സ്കൂളുകളിലോ അതുപോലെ തന്നെ CBSE സ്കൂളുകളിലോ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ NMMS എന്ന് പറയുന്ന എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളത്. രണ്ടാമത്തെ കണ്ടീഷൻ 55% മാർക്ക് ഇൻ 7th ആനുവൽ എക്സാം. 7ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ ആനുവൽ എക്സാമിൽ 55% കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കണം. അത് ഭൂരിഭാഗം കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്, ആനുവൽ ഇൻകം ഷുഡ് ബി ലെസ് ദാൻ 3.5 lakh. അതായത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. അപ്പോൾ വാർഷിക വരുമാനം 3.5 ലക്ഷം രൂപയിൽ താഴെയുള്ള, അതേപോലെ തന്നെ 7ാം ക്ലാസ്സിൽ 55% കൂടുതൽ മാർക്കുള്ള, നിലവിൽ ഗവൺമെൻറ് ഓർ എയ്ഡഡ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു കുട്ടിക്കും എന്ത് ചെയ്യാം, ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം. ആൻഡ് എങ്ങനെയാണ് ഈ ഒരു എക്സാം ഉണ്ടാവുക? സാറേ ഞങ്ങൾ USS ഒക്കെ എഴുതിയതാണല്ലോ എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ നിന്നും ഏകദേശം നമുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും കുറേ ഡിഫറൻസസ് USSുമായിട്ടുണ്ട്. ഇവിടെയും പേപ്പർ 1 അതുപോലെ തന്നെ പേപ്പർ 2 എന്ന രീതിയിലാണ് എക്സാം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. പേപ്പർ 1 എന്ന് പറയുന്നത് മാറ്റും പേപ്പർ 2 എന്ന് പറയുന്നത് സാറ്റും ആയിരിക്കും. സോ എന്താണ് പേപ്പർ 1ലെ മാറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിംഗ്. 90 ചോദ്യങ്ങൾ അടങ്ങുന്ന നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റിയെ ടെസ്റ്റ് ചെയ്യുന്ന, വിച്ച് മീൻസ് സിലബസുമായി ബന്ധപ്പെട്ടതല്ലാത്ത, നേരെ മറിച്ച് നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റിയെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള 90 ചോദ്യങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ആൻഡ് സാറ്റ് എന്ന് പറയുന്നത് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും. ഇവിടെയാണ് നമ്മളുടെ സിലബസ് പാർട്ട് വരുന്നത്. അഥവാ നമ്മൾ പഠിക്കുന്ന ബേസിക് സയൻസിൽ നിന്ന് 35 മാർക്കിനും സോഷ്യൽ സയൻസിൽ നിന്ന് 35 മാർക്കിനും മാത്തമാറ്റിക്സിൽ നിന്ന് 20 മാർക്കിനും അടക്കം ടോട്ടൽ 90 മാർക്കിൻ്റെ ചോദ്യങ്ങൾ സാറ്റിലും ഉണ്ടായിരിക്കും. ടോട്ടൽ ഈ 180 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 180 മിനിറ്റ് ആയിരിക്കും. അഥവാ ഒരു ചോദ്യത്തിന് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഒരൊറ്റ മിനിറ്റ് മാത്രമായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത കുട്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് ഈ ഒരു എക്സാം എഴുതിയാൽ എന്താണ് ഇതിൻ്റെ കട്ട് ഓഫ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ? സ്വാഭാവികമായിട്ടും ഈ ഒരു എക്സാമിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു എക്സാം നിങ്ങൾ ക്വാളിഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് 40% മാർക്ക് ഇൻ മാറ്റ് ആൻഡ് സാറ്റ് ആണ്. അതായത് 2 സബ്ജക്റ്റിലും 36, അതായത് ടോട്ടൽ 72 മാർക്കുള്ള എല്ലാ കുട്ടികളും ഈ എക്സാം ക്വാളിഫൈഡ് ആയിരിക്കും. ടോട്ടൽ 40% മാർക്ക് കിട്ടിയാൽ മതി. ബട്ട് ഈ 72 മാർക്ക് കിട്ടിയ എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് കിട്ടുമോ? ഇല്ല. സ്കോളർഷിപ്പ് കിട്ടുന്നത് ആർക്കായിരിക്കും? സ്കോളർഷിപ്പ് കിട്ടുന്നത് ഓരോ ജില്ലക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് ആയിരിക്കും. USS പോലെ ഒരു യൂണിഫൈഡ് കട്ട് ഓഫ് അല്ല. ഓരോ ജില്ലയ്ക്കും ഒരു പ്രത്യേക കൗണ്ട് ഉണ്ടായിരിക്കും. ആ കൗണ്ടിനനുസരിച്ച് ആ ജില്ലയ്ക്ക് ഒരു കട്ട് ഓഫ് ഉണ്ടായിരിക്കും. ആ കട്ട് ഓഫിന് മുകളിൽ എത്ര കുട്ടികളാണോ വരുന്നത് അവർക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ കട്ട് ഓഫും രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 72 മാർക്ക് കിട്ടിയ ആർക്കും ക്വാളിഫൈഡ് ആവാം. ബട്ട് സ്കോളർഷിപ്പ് കിട്ടുക ഓരോ ഡിസ്ട്രിക്റ്റ് വൈസുള്ള കട്ട് ഓഫിൻ്റെ ബേസിലായിരിക്കും. ആൻഡ് ഈ കട്ട് ഓഫ് കടന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് എന്തായിരിക്കും? സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് 48,000 rupees, 48,000 രൂപയായിരിക്കും നിങ്ങൾക്ക് സ്കോളർഷിപ്പായിട്ട് ലഭിക്കാൻ പോവുക. അതൊരൊറ്റ വർഷം കൊണ്ട് അങ്ങ് തരികയാണോ ചെയ്യുക? അല്ല. നേരെ മറിച്ച് നിങ്ങൾ 8ാം ക്ലാസ് കഴിഞ്ഞ് 9ലും 10ലും +1ലും +2ലും ഈ 4 വർഷങ്ങളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? 12,000 രൂപ വീതം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും. അങ്ങനെ ടോട്ടൽ 48,000 രൂപയായിരിക്കും നിങ്ങൾക്ക് സ്കോളർഷിപ്പായിട്ട് ലഭിക്കാൻ പോകുന്നത്. ആൻഡ് ഏതാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്? നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കേണ്ട ഡേറ്റ്സ് ഏതൊക്കെയാണ്? സാധാരണയായിട്ട് ഈ എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ടാണുള്ളത് അല്ലേ? കറൻ്റ്ലി നമ്മൾ
ജൂലൈയിലാണുള്ളത്. ആൻഡ് ഓഗസ്റ്റ്, സെപ്റ്റംബർ തൊട്ടടുത്ത മാസങ്ങളിലായിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് എപ്പോഴാണ് എക്സാം നടക്കുക? സാധാരണയായിട്ട് നവംബർ ലാസ്റ്റിലേക്കൊക്കെ അനൗൺസ് ചെയ്തിട്ട് പിന്നീട് ഡിസംബറിലേക്ക് മാറ്റി വെക്കുകയാണ് പൊതുവേ ചെയ്യാറുള്ളത്. എന്നിരുന്നാൽ കൂടിയും നവംബർ ഡിസംബറിലായിട്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് റിസൾട്ട്സ് വരാറുള്ളത് സാധാരണയായിട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് എന്ത് ചെയ്യുക, റിസൾട്ട് വരിക. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഈ NMMSന് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഫ്രീ ആയിട്ട് നൽകാൻ വേണ്ടി പോവാണ്. NMSന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും എക്സാമുകളും മോഡൽ എക്സാമും തുടങ്ങി കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്ന ഒരു ലൈവാണ് നമ്മൾ 20-ാം തീയതി, ഓക്കെ, എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ ആളുകൾ എന്ത് ചെയ്യണം, ആ ഒരു ലൈവിലേക്ക് വന്നാൽ അവിടെ നമ്മളുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് NMMSന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്രീ ബാച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര കാര്യം മാത്രമാണ്. താഴെ കമൻറ്റ് ബോക്സിൽ എന്തുണ്ടായിരിക്കും, ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഫ്രീ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ രജിസ്ട്രേഷൻ ലിങ്കിൽ ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ആക്സസ് ലഭിക്കും. ആൻഡ് NMMSന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ ചാനലും ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ ആ കമ്മ്യൂണിറ്റിയിലും ചാനലിലും ആയിരിക്കും NMSുമായി ബന്ധപ്പെട്ട ക്ലാസ്സുമായി ബന്ധപ്പെട്ട വീഡിയോസുമായി ബന്ധപ്പെട്ട തുടങ്ങിയ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ നൽകുന്നുണ്ടാവുക. അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. സോ പെട്ടെന്ന് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മളെ ബാച്ചിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലേക്കും ചാനലിലേക്കൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് വെക്കുക. നമുക്ക് അടിപൊളിയായിട്ട് NMS പഠിക്കാം. 48,000 നേടുന്ന ചുരുക്കം കുട്ടികളിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവട്ടെ. നിങ്ങൾ നമ്മളെ കൂടെ നിന്നാൽ എല്ലാവരും ഉണ്ടാവുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാച്ചിൽ കാണാം.